Good morning to all. Last class we drawing triangles in the chapter wind up. Next we will chapter. Okay. Look, I have three rectangles in the rectangles. Okay. These rectangles are rectangles common property. First rectangle length breadth 4 and 2 ആണ്. Second rectangle width length 2.5 and 5. Third one 3 cm and 6 cm. Okay. അങ്ങനെയെങ്കിൽ ഈ മൂന്ന് റെക്റ്റാങ്കിളിനും കോമൺ ആയിട്ട് പറയാൻ പറ്റുന്ന എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഓക്കെ. എന്തുണ്ട്? ഇവിടെ 2 cm width ആയിരുന്നപ്പോൾ ലെങ്ത് എത്രയായിരുന്നു? 4 cm ആയിരുന്നു. ഇവിടെ 2.5 cm width ആയിരുന്നപ്പോൾ ലെങ്ത് 5 ആയിരുന്നു. 3 cm width, length 6 cm. നോക്കിക്കേ, എല്ലാ റെക്റ്റാങ്കിളിലും വിഡ്ത്തിന്റെ ഡബിൾ ആണ് ലെങ്ത്. ശരിയല്ലേ? അങ്ങനെ ഒരു കോമൺ പ്രത്യേകതയുണ്ട്. എല്ലാ റെക്റ്റാങ്കിളിലും വിഡ്ത്തിന്റെ ഡബിൾ ആണ് ലെങ്ത്, അല്ലെങ്കിൽ ലെങ്തിന്റെ ഹാഫ് ആണ് വിഡ്ത്തിന്റെ ലെങ്ത് ആയിട്ട് വരുന്നത്. ഓക്കെ, ലെങ്തിന്റെ ഹാഫ് ആണ് വിഡ്ത്ത്, അല്ലെങ്കിൽ വിഡ്ത്തിന്റെ ഡബിൾ ആണ് ലെങ്ത്. ഓക്കെ, നോക്കിക്കേ, ഇങ്ങനെയുള്ള ചില പ്രത്യേകത, ഇങ്ങനെയുള്ള ഇതിനെ നമ്മൾ മാത്തമാറ്റിക്കലി പറയുന്നത് എന്താണ്? In all these rectangles, the width and the length are in the ratio 1:2. ഈ മൂന്ന് റെക്റ്റാങ്കിളും വിഡ്ത്തും ലെങ്തും തമ്മിലുള്ള റേഷ്യോ, ഞാൻ പുതിയതായിട്ട് ഒരു കാര്യം പഠിക്കാൻ പോവാണ്. എന്താണ് റേഷ്യോ? വിഡ്ത്തും ലെങ്തും തമ്മിലുള്ള റേഷ്യോ 1:2. അതായത് ഇവിടെ വിഡ്ത്ത് 1 ലെങ്ത് അതിന്റെ ഡബിൾ ആണ്, 2 ആണ്. ഇനി 1ന്റെ പ്ലേസിൽ 2 വന്നാൽ, അതായത് ഇനി അത് എഴുതുന്നത് എങ്ങനെയാണ് നോക്കാം. 1:2 എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഈസ് 2. ഇതിനാണ് ഈസ് 2, ഈ രണ്ട് ഡോട്ടാണ് ഈസ് 2 എന്ന് സൂചിപ്പിക്കുന്നത്. വിഡ്ത്ത് ഈസ് ടു ലെങ്ത് ഈസ് ഈക്വൽ ടു 1:2 എന്നാണ് പറഞ്ഞത്. അതായത് വിഡ്ത്ത് 1 ആണെങ്കിൽ ലെങ്ത് എത്രയായിരിക്കും? 2 ആയിരിക്കും. ഇനി ഇതേ ഇതിനെ തന്നെ നമുക്ക് എന്ത് എഴുതാം? വിഡ്ത്തിന്റെ കേസിൽ ഇവിടെ 2 ആയിരുന്നപ്പോൾ ലെങ്ത് എത്രയായിരുന്നു? 4 ആയിരുന്നു. 2.5 ആയിരുന്നപ്പോൾ 5 ആയിരുന്നു. 3 ആയിരുന്നപ്പോൾ 6 ആയിരുന്നു. ഈ 4 രീതിയിൽ എഴുതിയാലും ആൻസർ എന്ത് തന്നെയാണ്? ഒരേ കാര്യത്തിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ശരിയല്ലേ? 1:2 എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് 1 എടുത്താൽ അതിന്റെ ഡബിൾ ആണ് ലെങ്ത് എന്നാണ് മീനിങ്. വിഡ്ത്ത് 2 എടുത്താൽ ലെങ്ത് 4 ആയിരിക്കും. 2.5 എടുത്താൽ 5 ആയിരിക്കും. വിഡ്ത്ത് 5 എടുത്താൽ ലെങ്ത് എത്രയായിരിക്കും? 10 ആയിരിക്കും. ഓക്കെ, അതായത് വിഡ്ത്ത് 5 സെന്റിമീറ്ററും ലെങ്ത് 10 സെന്റിമീറ്റർ ഉള്ള റെക്ടാങ്കിൾ എടുത്താൽ എന്തിനാണ് ഇതേ പ്രത്യേകത? എന്താണുള്ള? വിഡ്ത്തിന്റെ ഡബിൾ ആണ് അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. നോക്കിക്കേ, അതല്ലേ കണ്ടുപിടിക്കാൻ പറ്റുന്നേ. ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് വിഡ്ത്തും ലെങ്തും തമ്മിലുള്ള റിലേഷൻ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മാർഗമാണ് റേഷ്യോ. വിഡ്ത്തും ലെങ്തും തമ്മിലുള്ള റിലേഷൻ, അല്ലെ വിഡ്ത്തിനെ അത് തമ്മിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന റിലേഷനെ വിഡ്ത്ത് ഈസ് ടു 2, വിഡ്ത്ത് ടു ലെങ്ത് ഈസ് ഈക്വൽ ടു 1:2. അതായത് വിഡ്ത്തും ലെങ്തും തമ്മിലുള്ള ബന്ധമാണ്. വിഡ്ത്ത് 1 എടുത്താൽ അതിന്റെ ഡബിൾ ആണ് ലെങ്ത്. ഇങ്ങനെയുള്ള റിലേഷനെ കാണിക്കാനാണ് നമ്മൾ റേഷ്യോ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നോക്കുക, ഇനി നമ്മൾ ഈ 3:6 അങ്ങനെ എന്തിനെടുക്കാൻ പോകുന്നത്? 2:4 തന്നെ എഴുതിയാൽ പോരെ, അല്ലെങ്കിൽ 2.5:5 എന്ന് എഴുതിയാൽ പോരെ, അല്ലെങ്കിൽ 3:6 എന്ന് എഴുതിയാൽ പോരെ, അല്ലെങ്കിൽ വിഡ്ത്ത് 5 ആണ് ലെങ്ത് 10 ആണ് ഡയറക്റ്റ് ആയിട്ട് എഴുതിയാൽ പോരെ. പക്ഷേ അങ്ങനെയല്ല നമ്മൾ റേഷ്യോനെ സാധാരണ റെപ്രസെന്റ് ചെയ്യുന്നത്. തന്നിരിക്കുന്ന 2 നമ്പറിനുമുള്ള കോമൺ ഫാക്ടേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഏറ്റവും ഷോർട്ടസ്റ്റ് നമ്പറാക്കി മാറ്റും, അത് എഴുതി വരും. ഇപ്പൊ നമ്മള് വിഡ്ത്ത് 50 ലെങ്ത് 100 ഉള്ള റെക്ടാങ്കിൾ എടുത്താലും എന്ത് തന്നെയാണ്? ഇതേ ഒരു പ്രോപ്പർട്ടിയാണ്. എന്താണ്? വിഡ്ത്തിന്റെ ഡബിൾ ആണ് ലെങ്ത് എന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഈ 4-5 കേസിലും ഒരേ കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. വിഡ്ത്തിന്റെ ഡബിൾ ആണ് ലെങ്ത് എന്ന് പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്യാം? ഈ ഒരൊറ്റ റെപ്രസെന്റേഷൻ കൊണ്ട് തന്നെ നമുക്ക് പറയാം 1:2 എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് 1 എടുത്താൽ ലെങ്ത് 2 ആയിരിക്കും, അല്ലെങ്കിൽ വിഡ്ത്തിന്റെ ഡബിൾ ആയിരിക്കും എന്നുള്ള മീനിങ് ഇവിടെ തന്നെ വരില്ലേ? അപ്പൊ നമ്മൾ ഈ 4 കേസസിന് പകരവും നമുക്ക് എന്ത് കൊടുക്കാം? വിഡ്ത്തും. ഇങ്ങനെ ഈ 4 കേസസ്, ഈ 3 റെക്ടാങ്കിൾ എടുത്താലും അവിടെ എന്തിനെ പറയാം? നമുക്ക് എന്ത് പ്രത്യേകതയാണ്? വിഡ്ത്തിന്റെ ഡബിൾ ആണ് ലെങ്ത്. അപ്പൊ എന്ത് കൊടുക്കാം? വിഡ്ത്ത് ഈസ് ടു ലെങ്ത് ഈസ് ഈക്വൽ ടു 1:2 എന്ന റേഷ്യോയിലാണ്
ഒന്നുകൂടെ ഓർക്കുക, വിഡ്ത്തും ലെങ്തും 1ഉം 2ഉം ആണ് എന്നുള്ളതല്ല മീനിങ്. വിഡ്ത്തും ലെങ്തും തമ്മിലുള്ള റേഷ്യോ 1:2 ആണ്. അതായത് വിഡ്ത്തിന്റെ ഡബിൾ ആണ് ലെങ്ത്. അതാണ് അവിടെ കാണിക്കുന്നത്. അല്ലാതെ റെക്ടാങ്കിളിന്റെ ലെങ്തും ബ്രെഡ്ത്തും ഡയറക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതല്ല റേഷ്യോ എന്ന് പറയുന്നത്. ആ തന്നിരിക്കുന്ന ഡയറക്റ്റ് റെപ്രസെന്റേഷന്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് ഫോം ആണ് റേഷ്യോയിൽ വരുന്നത്. അതായത് ഒരു രണ്ട് റെക്ടാങ്കിളിന്റെ അല്ല ഒരു റെക്ടാങ്കിളിന്റെ വിഡ്ത്തും ലെങ്തും തമ്മിലുള്ള റേഷ്യോ 1:2 എന്ന് പറഞ്ഞാൽ ആ റെക്ടാങ്കിളിന്റെ വിഡ്ത്തും ലെങ്തും 1ഉം 2ഉം ആകണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. 5ഉം 10ഉം വന്നാൽ എന്ത് തന്നെയാണ്, അത് 1:2 എന്നുള്ള റേഷ്യോയിലാണ്. 3ഉം 6ഉം വന്നാൽ എന്ത് തന്നെയാണ്, 1:2 എന്നുള്ള റേഷ്യോ ആണ്. ഈ 1:2 എന്ന റേഷ്യോ ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ്, ഇവിടെ വിഡ്ത്തിന്റെ ഡബിൾ ആണ് ലെങ്ത് എന്നുള്ള കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി സപ്പോസ് വിഡ്ത്ത് 1 സെന്റിമീറ്റർ എടുത്താൽ ലെങ്ത് എന്ത് തന്നെയായിരിക്കും, 2 സെന്റിമീറ്റർ തന്നെയായിരിക്കും. അത് ഒരു കേസസ് മാത്രമേ ആവുകയുള്ളൂ. അല്ലാതെ ഒരിക്കലും വിഡ്ത്ത് ഈസ് ടു ലെങ്ത് ഈസ് ഈക്വൽ ടു 1:2 എന്ന റേഷ്യോ ആണെന്ന് പറഞ്ഞാൽ അവിടെ ഡയറക്റ്റ് ആയിട്ട് വിഡ്ത്തും ലെങ്തും 1 സെന്റിമീറ്ററും 2 സെന്റിമീറ്ററും ആണെന്നുള്ളതല്ല മീനിങ്. അതിലെ ഒരു കേസ് മാത്രമാണ് വിഡ്ത്ത് 1 സെന്റിമീറ്റർ ലെങ്ത് 2 സെന്റിമീറ്റർ എന്നുള്ളത്. ഈ 4 കേസ് എടുത്തു. ഇനി ഇഷ്ടംപോലെ എടുക്കാം. വിഡ്ത്തിന്റെ ഡബിള് ലെങ്ത് വരുന്ന ഏത് കേസ് എടുത്തു കഴിഞ്ഞാലും എന്ത് തന്നെയാണ്, ഈ ഒരൊറ്റ റേഷ്യോ തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇത്രയും ലെങ്തും വിഡ്ത്തും എന്നുള്ള ഡയറക്റ്റ് റേഷ്യോ കൊടുക്കുന്നതിന് പകരം ഈ കൊടുക്കുന്നതിനൊക്കെ പകരമായിട്ട് നമുക്ക് എന്തെടുക്കാൻ പറ്റുന്ന ഒറ്റ റേഷ്യോ ആണ് 1:2. വിഡ്ത്തിന്റെ ഡബിൾ ആണ് ലെങ്ത് എന്നുള്ള കാര്യത്തെ ഏത് മെഷർമെന്റ്സ് എടുത്താലും വിഡ്ത്തും ലെങ്തും തമ്മിലുള്ളത് വിഡ്ത്തിന്റെ ഡബിൾ ആണ് ലെങ്ത് എങ്കിൽ അതിനൊക്കെ പകരം കൊടുക്കാൻ പറ്റുന്നത് 1:2. ഓക്കെ, നെക്സ്റ്റ് നോക്കി. ഇങ്ങനെയാണ് രണ്ട് റെക്ടാങ്കിൾ തരുന്നത് എങ്കിൽ, അതായത് വിഡ്ത്ത് 2 സെന്റിമീറ്ററും ലെങ്ത് 6 സെന്റിമീറ്ററും വിഡ്ത്ത് 1.5 സെന്റിമീറ്ററും ലെങ്ത് 4.5 സെന്റിമീറ്റർ ഉള്ള രണ്ട് റെക്ടാങ്കിൾ തന്നു. നോക്കുക, ഈ രണ്ട് റെക്ടാങ്കിൾ എന്തെങ്കിലും കോമൺ പ്രത്യേകതകൾ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? നോക്കി, ഇതിന്റെ 3 ടൈംസ് ആണ് ലെങ്ത്. ഇവിടെ നോക്കി 1.5ന്റെ 3 ടൈംസ് ആണ് 4.5. അപ്പൊ നമുക്ക് എന്ത് പറയാം, വിഡ്ത്തിന്റെ 3 ടൈംസ് ആണ് എന്തെന്ന് പറയണത്, ലെങ്ത് എന്ന് പറയുന്നത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് കേസിൽ വിഡ്ത്ത് ഈസ് ടു ലെങ്ത് ഈസ് ഈക്വൽ ടു 2:6, 3 ടൈംസ് ആണ്. സെക്കൻഡ് കേസിൽ വിഡ്ത്ത് ഈസ് ടു ലെങ്ത് ഈസ് ഈക്വൽ ടു 1.5 ഡയറക്റ്റ് ആയിട്ട് ആദ്യം എഴുതുക 4.5 ഇങ്ങനെ എഴുതി. ഇനി നമ്മൾ നോക്കുക, ഈ രണ്ടെണ്ണത്തിന് കോമൺ ആയിട്ട് പറയാൻ പറ്റുന്നതാണ് വിഡ്ത്ത് ഈസ് ടു ലെങ്ത് ഈസ് ഈക്വൽ ടു, ഈ രണ്ട് കേസസും സെയിം അല്ലേ, 2ന്റെ 3 ടൈംസ് ആണ് 6, 1.5ന്റെ 3 ടൈംസ് ആണ് 4.5. അപ്പൊ നമ്മൾ നോക്കുക, ഈ 2നെ 6നെ ഇനിയും ഷോർട്ട് ആക്കാൻ പറ്റുമോ? ഈ രണ്ട് നമ്പറിനെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 1:3 എന്നാക്കാലോ. അപ്പൊ നോക്കി, ഈ രണ്ട് റെക്ടാങ്കിളിലും കോമൺ ആയിട്ട് പറയാമെന്നത് വിഡ്ത്ത് ഈസ് ടു ലെങ്ത് ഈസ് ഈക്വൽ ടു 1:3. വിഡ്ത്ത് 1 എടുത്താൽ ലെങ്ത് 3 ആയിരിക്കും, ശരിയല്ലേ? വിഡ്ത്ത് 2 എടുക്കുമ്പോൾ 6 ആണ്, 2ന്റെ 3 ടൈംസ്. 1 എടുത്താൽ അതിന്റെ 3 ടൈംസ്. നോക്കി, ഇത് രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ എപ്പോഴും നോക്കുക, ഈ 1.5:4.5 എന്നുള്ളത് നോക്കി ഒരു ഡെസിമൽ നമ്പറാണ്. ഒരിക്കലും നമ്മൾ റേഷ്യോ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഡെസിമൽ നമ്പറോ ഫ്രാക്ഷൻസോ യൂസ് ചെയ്യാറില്ല. അവിടെ എന്ത് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ, നാച്ചുറൽ നമ്പേഴ്സ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് പറയാം, വിഡ്ത്ത് ഈസ് ടു ലെങ്ത് ഈസ് ഈക്വൽ ടു 1.5:4.5 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ 1:2 അല്ല 1:3 എന്ന് തന്നെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരിക്കലും ഡെസിമൽ നമ്പറോ ഫ്രാക്ഷനോ റേഷ്യോ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കാറില്ല. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ഈ രണ്ട് റെക്ടാങ്കിളിലെ കോമൺ പ്രത്യേകത എന്താ, വിഡ്ത്തിന്റെ 3 ടൈംസ് ആണ് ലെങ്ത്. അതാണ് ഇവിടെ വിഡ്ത്ത് ഈസ് ടു ലെങ്ത് ഈസ് ഈക്വൽ ടു 1:3. നോക്കുക, ഇവിടെ വേറൊരു റെപ്രസെന്റേഷൻ ഉണ്ട്. നമുക്ക് ഈ ലെങ്ത് ഫസ്റ്റിനെ ഇവിടുത്തെ ഇങ്ങനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. റേഷ്യോ തന്നു കഴിഞ്ഞാൽ അതിനെ ഒന്നാമത്തേതിനെ ഇവിടുത്തെ അങ്ങേയറ്റത്തെ നോക്കി ലെഫ്റ്റ് എൻഡിലെയും റൈറ്റ് എൻഡിലെയും നടുക്കത്തെ രണ്ടെണ്ണം, അതായത് 3 into width is equal to 1 into length എന്നാണ് മീനിങ്. അതായത് ലെങ്ത് ഈസ് ഈക്വൽ ടു 3 times width. ഇതാണ് ഇതിന്റെ യഥാർത്ഥ റെപ്രസെന്റ്. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 3w is to l is equal to 1:3 എന്ന് പറഞ്ഞാൽ w into 3 ഇവിടെ വരുന്ന ഒന്നാമത്തെ നമ്പർ ഇൻറ്റു ഇവിടുത്തെ വരുന്ന നമ്പർ ഈക്വൽ ടു ഇവിടുത്തെ വരുന്ന രണ്ടാമത്തെ നമ്പർ ഈക്വൽ ടു ശേഷം വരുന്ന ഫസ്റ്റ് നമ്പർ. രണ്ട് നമ്പർ മാത്രമേ ഉള്ളൂ. അതായത് 3 into w is equal to 1 into l, അതായത് l is equal to 3 into w. അതായത് മീനിങ് എന്താ, ലെങ്ത് എന്ന് പറഞ്ഞാൽ വിഡ്ത്തിന്റെ 3 ടൈംസ് ആണ്.
നിങ്ങൾക്ക് റെപ്രസെന്റേഷൻ ഓർക്കുക, ശരിയല്ലേ? വിഡ്ത്ത് 1 ആണെങ്കിൽ ലെങ്ത് 3 ടൈംസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഈ രണ്ട് റെക്ടാങ്കിൾ നോക്കിക്കേ. ഈ രണ്ട് റെക്ടാങ്കിൾ പ്രത്യേകത എന്താ? ഫസ്റ്റ് റെക്ടാങ്കിളിന്റെ വിഡ്ത്ത് 4, ലെങ്ത് 6. സെക്കൻഡ് റെക്ടാങ്കിളിന്റെ വിഡ്ത്ത് 1, ലെങ്ത് 1.5. ഇവിടെ നമുക്ക് എന്ത് നോക്കാം? വിഡ്ത്ത് ഈസ് ടു ലെങ്ത് ഈസ് ഈക്വൽ ടു 4:6. ഇനി ഇവിടെ വിഡ്ത്ത് ഈസ് ടു ലെങ്ത് ഈസ് ഈക്വൽ ടു 1:1.5. ഓക്കെ, ഇനി ഈ 4:6 നോക്കിക്കേ. ഇതിനെ ചെറുതാക്കാൻ പറ്റുമോ? കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2:3 എന്ന് എഴുതാം. ഇനി ഇവിടെ നോക്കുക, ഇവിടെ 1:1.5 അവിടെ കോമൺ ആക്കാൻ പറ്റുമോ? രണ്ടിനെയും ഒരുപോലെ ആക്കാൻ എന്ത് ചെയ്യും? അവിടെ ഞാൻ പറഞ്ഞു ഒരു എന്താണ് റേഷ്യോ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അവിടെ ഡെസിമൽ പോയിന്റ് വരാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഈ ഡെസിമൽ പോയിന്റ് പോകണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ഡബിൾ എടുത്താൽ എന്ത് കിട്ടും? 1.5നെ ഡബിൾ എടുത്താൽ എന്താ കിട്ടും? 3 ഇല്ലേ? അപ്പൊ നാച്ചുറൽ നമ്പർ ആവും, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 1.5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 1നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അവിടെ എന്തിനാ വരും? 2:3 എന്ന് തന്നെ വന്നില്ലേ? നോക്കുക, അപ്പൊ ഈ രണ്ട് റെക്ടാങ്കിളിലെ കോമൺ പ്രോപ്പർട്ടി എന്താണ്? വിഡ്ത്തിന്റെ 2 ടൈംസും ലെങ്തിന്റെ 3 ടൈംസും ഈക്വൽ ആണ്. ഞാൻ പറഞ്ഞു W/L=2:3 എന്ന് പറഞ്ഞാൽ W×3 and L×2, 3×W=2×L, ശരിയല്ലേ? വിഡ്ത്തിന്റെ 3 ടൈംസും ലെങ്തിന്റെ 2 ടൈംസും ഈക്വൽ ആണ്. അല്ലെങ്കിൽ ലെങ്തും വിഡ്ത്തും തമ്മിലുള്ള റേഷ്യോ 3:2 ആണ്. ലെങ്ത് 4 എടുത്താൽ വിഡ്ത്ത് 4 എടുത്താൽ ലെങ്ത് 6 ആയിരിക്കും. വിഡ്ത്ത് 1 എടുത്താൽ ലെങ്ത് 1.5 ആയിരിക്കും. വിഡ്ത്ത് 2 എടുത്താൽ ലെങ്ത് 3 ആയിരിക്കും. മനസ്സിലായോ? വിഡ്ത്തിന്റെ 3 ടൈംസും ലെങ്തിന്റെ 2 ടൈംസും ഈക്വൽ ആയിരിക്കും. നോക്കാം, 4ന്റെ 3 ടൈംസ് എടുത്തു 12 കിട്ടും. 6ന്റെ 2 ടൈംസ് എടുത്തു, അത് തന്നെയാണ് 12 തന്നെ. ഈ കേസ് നോക്കുക, 1ന്റെ 3 ടൈംസ് എടുത്തു 3 ആണ്. 1.5ന്റെ 2 ടൈംസ് എടുത്തു, അതും 3 ആണ്, ശരിയല്ലേ? അപ്പൊ എന്താണ് ഇവിടെ പറയാൻ കഴിയുന്നത്? രണ്ട് കാര്യങ്ങൾ പറയാം. വിഡ്ത്ത് ഈസ് ടു ലെങ്ത് ഈസ് ഈക്വൽ ടു 2:3, അല്ലെങ്കിൽ 3 into width is equal to 2 into L. വിഡ്ത്തിന്റെ 3 ടൈംസ് ഈക്വൽ ടു ലെങ്തിന്റെ 2 ടൈംസ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഈ രണ്ട് റെക്ടാങ്കിളിൽ നിന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് റെക്ടാങ്കിളിനുള്ള കോമൺ പ്രോപ്പർട്ടി എന്താണ്? 3 ടൈംസ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 2 ടൈംസ് ലെങ്ത്, അല്ലെങ്കിൽ വിഡ്ത്തും ലെങ്തും തമ്മിലുള്ള റേഷ്യോ 2:3 ആണ്. ഓക്കെ, അപ്പൊ എന്താണ് റേഷ്യോ എന്ന് മനസ്സിലായോ? രണ്ട് ഇപ്പൊ റെക്ടാങ്കിൾ എടുത്താൽ രണ്ട് റെക്ടാങ്കിളിന്റെ അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിളിന്റെ ലെങ്തും ബ്രെഡ്ത്തും, അല്ലെങ്കിൽ രണ്ട് റെക്ടാങ്കിളിന്റെ ലെങ്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ എങ്ങനെ കമ്പയർ ചെയ്യാം? രണ്ട് റെക്ടാങ്കിളും കോമൺ ആയിട്ട് ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിൾ തന്നെ എടുത്തു, ഇപ്പൊ വിഡ്ത്തും ലെങ്തും തമ്മിലുള്ള റേഷ്യോ 4:6 ആണ്. അങ്ങനെയെങ്കിൽ വിഡ്ത്ത് വിഡ്ത്ത് 4ഉം ലെങ്ത് 6ഉം ആണെങ്കിൽ ആ വിഡ്ത്തും ലെങ്തും തമ്മിലുള്ള റേഷ്യോ എന്താണ്? 4:6 നേടാം. അതിനെ നമ്മള് കോമൺ ആയിട്ട് ചുരുക്കി പറയുന്നതാണ് 2:3. വിഡ്ത്ത് 2 ആകുമ്പോൾ ലെങ്ത് 3 ആയിരിക്കും. ഇവിടെ ആക്ച്വൽ മെഷർമെന്റ് ഇപ്പോൾ 1460 ആണെങ്കിൽ എന്ത് തന്നെ പറയാം? അതിന്റെ ബ്രെഡ്ത്തും ലെങ്തും തമ്മിലുള്ള റേഷ്യോ എന്താണ്? 4:6 എന്ന് തന്നെ പറയുന്നത്. 40:60നെ നമുക്ക് എന്ത് കൊടുക്കാം? എക്സാമ്പിൾ ആണ് വിഡ്ത്ത് ഈസ് ടു ലെങ്ത് ഈസ് ഈക്വൽ ടു 40:60 ആണെന്ന് വെച്ചു. നമ്മുടെ റേഷ്യോ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എന്താണ്? എപ്പോഴും അതിന്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് ഫോം ആക്കാം. അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്ത് കിട്ടും? 4:6 എന്ന് വരും. again 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കിട്ടും 2:3. ഇനി ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പൊ എന്ത് പറയാം? വിഡ്ത്ത് ഈസ് ലെങ്ത് ഈസ് ഈക്വൽ ടു 2:3. അതായത് 40 സെന്റിമീറ്റർ വിഡ്ത്തും 60 സെന്റിമീറ്റർ ലെങ്തും ഉള്ള ഒരു റെക്ടാങ്കിളിന്റെ വിഡ്ത്തും ലെങ്തും തമ്മിലുള്ള റേഷ്യോ എന്താണ്? 2:3 തന്നെയാണ്. ഓക്കെ, ഇനി പിക്ചർ വരയ്ക്കാൻ തന്നെ തരുമോ? ഒരു റെക്ടാങ്കിളിന്റെ വിഡ്ത്ത് 1 സെന്റിമീറ്ററും ലെങ്ത് 2.5 സെന്റിമീറ്ററും ആണെങ്കിൽ ആ റെക്ടാങ്കിളിലെ വിഡ്ത്തും ലെങ്തും തമ്മിലുള്ള റേഷ്യോ ഒന്ന് കണ്ടെത്തുക. ഓക്കെ, വിഡ്ത്ത് ഈസ് ടു ലെങ്ത് ഏതുവാണ്? വിഡ്ത്ത് ഈസ് ടു ലെങ്ത് ഈസ് ഈക്വൽ ടു 1:2.5. വിഡ്ത്ത് ഈസ് ടു ലെങ്ത് ഈസ് ഈക്വൽ ടു 1:2.5. നോക്കാം, ഇവിടെ ഈ 2.5 എന്നുള്ളത് എന്താണ്? ഡെസിമൽ നമ്പറാണ്. ഇവിടെ ഒരു നാച്ചുറൽ നമ്പറാണ്. നമുക്ക് എന്ത് പറയാം? ഡയറക്റ്റ് ആയിട്ട് വിഡ്ത്ത് ഈസ് ടു ലെങ്ത് എന്ന് പറയാം. ഒരു 1 ആണ്, അടുത്ത നമ്പർ ആണെന്ന് പറയാം. പക്ഷെ ഇവിടെ ഡെസിമൽ പോയിന്റ് ആണ്. ഇനി നോക്കുക, ഈ ഡെസിമൽ പോയിന്റ് പോകണം. ഒരിക്കലും റേഷ്യോനകത്ത് ഡെസിമൽ പോയിന്റ് കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറില്ല. അപ്പോൾ ഡെസിമൽ പോയിന്റ് കളയാൻ ഡിവൈഡ് ചെയ്ത് കളയാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? 1 ആണ്. 1നെ പിന്നെ എന്ത് 1 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. ഇനി ഈ ഡെസിമൽ പോയിന്റ് കളയാണ്ട് എന്ത് ചെയ്യാം? നമുക്കത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ഒരു റേഷ്യോ ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ കൂടെ മറ്റേ നമ്പറിനെ ഓട്ടോമാറ്റിക്കലി
അതിന്റെ കൂടെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2.5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും 5 കിട്ടും. അങ്ങനെയെങ്കിൽ 1നെ എന്ത് ചെയ്യണം? 2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്തായിട്ട് വിഡ്ത്ത് ഈസ്റ്റ് ലെങ്ത് ഈസ് ഈക്വൽ ടു 1:2.5 എന്നുള്ളത് എന്തായിട്ട് മാറി? 2:5. ഇവിടെ എന്തായി? രണ്ട് നാച്ചുറൽ നമ്പറാണ്. രണ്ട് നമ്പറിന് കോമൺ ആണ് ഏതെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് പറയാം? വിഡ്ത്ത് ഈസ്റ്റ് ലെങ്ത് ഈസ് ഈക്വൽ ടു 2:5. അതാണ് എന്ത്? നമ്മൾ ഒരിക്കലും വിഡ്ത്ത് 1 സെന്റിമീറ്റർ ലെങ്ത് 2.5 സെന്റിമീറ്റർ തന്നാൽ ഒരിക്കലും റേഷ്യോ 1:2.5 എന്ന് എഴുതരുത്. അപ്പോൾ എന്താണ് റേഷ്യോ അവിടുത്തെ? 2:5. അങ്ങനെ ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ എഴുതി വരുമ്പോൾ ഇവിടെ ഡെസിമൽ നമ്പർ വരും. അപ്പോൾ എന്താണ്? ആ ഡെസിമൽ പോയിന്റ് കളയാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ഓർക്കുക. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ ഡബിൾ എടുത്തപ്പോൾ 5 ആയി, 1ന്റെ ഡബിൾ എടുത്തു 2 ആയി. അപ്പോൾ എന്താണ് ഇവിടുത്തെ റേഷ്യോ? വിഡ്ത്ത് ഈസ് ടു ലെങ്ത് ഈസ് ഈക്വൽ ടു 2:5. ഇതാണ് ഇവിടുത്തെ വിഡ്ത്തും ലെങ്തും തമ്മിലുള്ള റേഷ്യോ. വിഡ്ത്ത് 1 സെന്റിമീറ്ററും ലെങ്ത് 1 and 1/4 സെന്റിമീറ്ററും ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഈ റെക്ടാങ്കിളിന്റെ വിഡ്ത്തും ലെങ്ത് തമ്മിലുള്ള റേഷ്യോ എങ്ങനെയായിരിക്കും നോക്കാം. ഓക്കെ, ഇനി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എഴുതുക. വിഡ്ത്ത് ഈസ് ടു ലെങ്ത് ഈക്വൽ ടു 1:1/4. ഇവിടെ നോക്കാം, ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. നമ്മൾ അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി എഴുതുവാണ്. 1/4 എന്ന് പറഞ്ഞാൽ അത് 5/4 ആണ്. ഇനി നോക്കുക, ഇവിടെ തോന്നുന്നു ഒരു റേഷ്യോയിൽ റെപ്രസെന്റ് ചെയ്തപ്പോൾ ഒരു ഫ്രാക്ഷൻ വന്നു. ഇനി ഫ്രാക്ഷനും എന്താണ് നമ്മൾ റേഷ്യോ റെപ്രസെന്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാറില്ല. അപ്പൊ ഈ ഫ്രാക്ഷൻ പോകാനായിട്ട് എന്തേ വഴിയുള്ളൂ? ഡിനോമിനേറ്റർ പോയാൽ പോരെ. ഡിനോമിനേറ്റർ 4 ആണ്. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിട്ട് മാറും? 5 ആയിട്ട് മാറും. അപ്പോൾ ഈ റേഷ്യോയിലുള്ള രണ്ട് നമ്പറിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 1 = 4 × 5/4. അപ്പൊ എന്തായിട്ട് മാറും? 4:5. അപ്പൊ എന്താണ്? ലെങ്തും വിഡ്ത്തും ലെങ്തും 1 സെന്റിമീറ്ററും 1/4 സെന്റിമീറ്ററും ഉള്ള റെക്ടാങ്കിളിന്റെ വിഡ്ത്തും ലെങ്തും തമ്മിലുള്ള റേഷ്യോ എന്താണ്? 4:5 ആണ്. ഇവിടെ ശ്രദ്ധിച്ച്, വിഡ്ത്തും ലെങ്തും ഈ രണ്ട് നമ്പറിനേക്കാളും ചെറുതായിരുന്നു. അപ്പൊ മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഒരു റെക്ടാങ്കിളിന്റെ വിഡ്ത്തും ലെങ്തും തമ്മിലുള്ള റേഷ്യോ 4:5 എന്ന് പറഞ്ഞാൽ ആ റെക്ടാങ്കിളിന്റെ വിഡ്ത്തും ലെങ്തും 4 സെന്റിമീറ്ററും 5 സെന്റിമീറ്റർ അല്ലെ 4 മീറ്ററും 5 മീറ്ററും ആണ് എന്നുള്ളതല്ല മീനിങ്. ഈ വിഡ്ത്ത് 1 സെന്റിമീറ്ററും ലെങ്ത് 1/4 സെന്റിമീറ്ററും വന്നപ്പോഴും അവിടുത്തെ റേഷ്യോ എന്താണ്? അതിനേക്കാൾ വലിയ നമ്പേഴ്സാണ് വന്നത്. അപ്പോൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ ആ രണ്ട് അല്ലെ ആ ഒരു റെക്ടാങ്കിളിൽ വിഡ്ത്തും ലെങ്തും തമ്മിലുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ കൃത്യമായിട്ട് മെഷർമെന്റ്സിനെ അല്ല കാണിക്കുന്നത്. മെഷർമെന്റ് ഇങ്ങനെ വന്നാലും എന്താണ്? ലെങ്ത് 4 സെന്റിമീറ്ററും അല്ല വിഡ്ത്ത് 4 സെന്റിമീറ്ററും ലെങ്ത് 5 സെന്റിമീറ്റർ വന്നാലും വിഡ്ത്ത് 1 സെന്റിമീറ്ററും ലെങ്ത് 1/4 സെന്റിമീറ്റർ വന്നാലും അങ്ങനെയുള്ള രണ്ട് റെക്ടാങ്കിൾ എടുത്താലും ആ രണ്ട് റെക്ടാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? വിഡ്ത്തും ലെങ്തും തമ്മിലുള്ള റേഷ്യോ 4:5 ആണ്. അപ്പൊ ഈ തന്നിരിക്കുന്ന റേഷ്യോയിലുള്ള മെഷർമെന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പോസിബിലിറ്റി മാത്രമാണ്. ബാക്കി ഇപ്പൊ 1 ഉം 1/4 എടുത്തു, 2 ഉം 2.5 എടുത്തു. അങ്ങനെ വന്നാൽ എന്ത് തന്നെയാണ്? ഇവിടെ 2.5 വന്നു, വിഡ്ത്ത് 2 ഉം ലെങ്ത് 2.5 വന്നാലും റേഷ്യോ എന്ത് തന്നെയാണ്? 4:5 തന്നെയാണ്. ഓക്കെ, കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തു. നെക്സ്റ്റ് ഈ ടേബിൾ നോക്കിക്കേ. വിഡ്ത്തും ലെങ്തും തമ്മിലുള്ള കുറച്ച് മെഷർമെന്റ്സ് തന്നേക്കണം. ഫസ്റ്റ് വിഡ്ത്ത് 3 സെന്റിമീറ്ററും ലെങ്ത് 9 സെന്റിമീറ്ററും, വിഡ്ത്ത് 6 സെന്റിമീറ്ററും ലെങ്ത് 18 സെന്റിമീറ്ററും, വിഡ്ത്ത് 1 സെന്റിമീറ്റർ വിഡ്ത്ത് 1 മീറ്റർ ലെങ്ത് 3 മീറ്റർ. നെക്സ്റ്റ് വിഡ്ത്ത് 1/2 മീറ്റർ ലെങ്ത് 1.5 മീറ്റർ, വിഡ്ത്ത് 1.5 മീറ്റർ ലെങ്ത് 4.5 മീറ്റർ. നോക്കിക്കേ, ഇവിടെ 5 പോസിബിലിറ്റീസ് തന്നിട്ടുണ്ട്. ഈ ആദ്യത്തെ രണ്ട് മെഷർമെന്റ്സും സെന്റിമീറ്ററിലായിരുന്നു, അടുത്ത 3 സെന്റിമീറ്റർ മെഷർമെന്റ്സും മീറ്ററിലായിരുന്നു. എങ്ങനെയൊക്കെ വന്നാലും വിഡ്ത്തും ലെങ്തും തമ്മിലുള്ള റേഷ്യോ അവിടെ എന്ത് തന്നെയാണ്? 1:3 തന്നെയാണ്. ശരിയല്ലേ? 3:9 എന്ന് പറഞ്ഞാൽ അതിന്റെ ഷോർട്ടസ്റ്റ് ഫോം എന്ത് തന്നെയാണ്? 1:3 ആണ്. 6:18 എന്ന് പറഞ്ഞാൽ അതിന്റെ ഷോർട്ടസ്റ്റ് ഫോം എന്താണ്? 1:3 ആണ്. 3നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇവിടെ രണ്ട് നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1:3 ആവും. ഇവിടെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1:3 ആവും. 1 ഉം 3 ഉം ഡയറക്റ്റ് ആയിട്ട് എന്നാൽ എന്ത് തന്നെ പറയാം? 1:3 ആണ്. അടുത്ത് ഹാഫും 1.5 തന്നു. അതിനെ എന്തെങ്കിലും എടുക്കാം നമുക്ക്. റേഷ്യോ മാറ്റുമ്പോൾ ഇതെന്തായിട്ട് മാറും? ഹാഫ് 3/2 എന്ന് വരും. രണ്ട് സ്ഥലത്തും 2 ഡിനോമിനേറ്റർ പോകാനായിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും കിട്ടും? 1:3 ആണ്. അടുത്ത് 1.5 4.5 വിഡ്ത്ത് ഈസ്റ്റ് ലെങ്ത് ആണ് എഴുതിയത്. ഇതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുമ്പോൾ 3/2 9/2 എന്ത് വരും? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് തന്നെ വരും?
3:9 വരും. അതിനെ ചെറുതാക്കുമ്പോൾ എന്ത് വരും? 1:3 വരും. കണ്ടല്ലോ. അപ്പൊ എല്ലാ പോസിബിലിറ്റീസിനെയും സെന്റിമീറ്റർ തന്നാലും മീറ്റർ തന്നാലും ഒക്കെയുള്ള മെഷർമെന്റ്സ് ഒരേ റേഷ്യോയിലാണ് എന്ന് നമുക്ക് പറയാം. ശരിയല്ലേ? അപ്പൊ ഇവിടെ എന്താണ്? വിഡ്ത്ത് ഈസ് ഈക്വൽ ടു width is to length is equal to 1:3. അതായത് 3 width is equal to 1 length. ലെങ്തിന്റെ 3 ടൈംസ് ആണ് ലെങ്ത്. അല്ലെങ്കിൽ width is equal to 1/3 of length. ലെങ്തിന്റെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് width. ഈ ഒരു റേഷ്യോയിൽ നിന്ന് നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ പറയാം. ശരിയല്ലേ? വിഡ്ത്തിന്റെ 3 ടൈംസ് ആണ് ലെങ്ത്, അല്ലെങ്കിൽ ലെങ്തിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ ആണ്. അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് പറയുന്നത് ലെങ്തിന്റെ 1/3 പോർഷൻ ആണ്. ഈ രണ്ട് കാര്യവും നമുക്ക് ഈ ഒരൊറ്റ റേഷ്യോയിൽ നിന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. For all rectangles of dimensions given below, state the ratio of width to length using the least possible counting numbers. ഇവിടെ ഒരു 5 പോസിബിൾ റെക്ടാങ്കിളിലെ വിഡ്ത്തും ലെങ്തും തമ്മിലുള്ള ലെങ്തും തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 5 കേസസിലും വിഡ്ത്തും ലെങ്തും തമ്മിലുള്ള റേഷ്യോ ലീസ്റ്റ് പോസിബിൾ കൗണ്ടിങ് നമ്പേഴ്സ് യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്ത് എഴുതുക. ഇപ്പൊ ചെറുപ്പം ചെയ്ത പോലെ ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഓക്കെ, ഈ 5 ഫസ്റ്റ് ഒരെണ്ണം പറയാം. വിഡ്ത്ത് 8 സെന്റിമീറ്റർ, ലെങ്ത് 10 സെന്റിമീറ്റർ. വിഡ്ത്ത് ഈസ് ടു നിങ്ങൾ എഴുതണം. വിഡ്ത്ത് ഈസ് ടു ലെങ്ത് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് നിങ്ങൾ തന്നെ കൊടുക്കുക, തന്നിരിക്കുന്നത് തന്നെ കൊടുക്കുക. 8:10. then എന്ത് ചെയ്യുക? കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. രണ്ടിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 4:5. നോക്കിയേ, അപ്പോൾ എന്തായിട്ട് മാറി? വിഡ്ത്ത് ഈസ് ടു ലെങ്ത് എന്നുള്ള റേഷ്യോ 4:5 മാറി. ഫസ്റ്റിന്റെ ആൻസർ വിഡ്ത്ത് ഈസ് ടു ലെങ്ത് ഈസ് ഈക്വൽ ടു 4:5. ഇതുപോലെ നിങ്ങൾ ബാക്കി 4 കൂടെ കംപ്ലീറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.